ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നും പുതിയൊരു അതിഥിയോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ അതിഥി കുറേ സമയം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു തട്ടുകട സ്റ്റൈലിലുള്ള തേങ്ങ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ഇട്ട് രണ്ടും ഈക്വലാണ് എടുക്കുന്നത്. ഇത് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ല കളറും കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ചട്നിക്ക് കുറച്ച് കൊഴുപ്പും കൂടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങ, പിന്നെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ആ മുളക് പൊടി, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സി 2 ദിവസമായിട്ടൊന്ന് പണി മുടക്കിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊണ്ടു. അതിലാണ് കേട്ടോ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് അവർ, നമ്പറും ഇതൊക്കെ. അപ്പോൾ മിക്സിയൊക്കെ വന്നപ്പോൾ നല്ലൊരു തേങ്ങ ചട്നിയോട് കൂടി തന്നെയാണ് വന്ന് വിചാരിച്ചെന്ന്. അപ്പോൾ തട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചട്നിയൊക്കെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതിൽ നല്ല സാധാരണ ചട്നിക്ക് നമ്മൾ തേങ്ങ അധികം അരയ്ക്കാറില്ല. ഇതിൽ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുമ്പോൾ നല്ല കുറച്ച് കുറുകിയ വെള്ളത്തോട് കൂടിയിട്ട് നമുക്കത് കിട്ടുള്ളൂ. പിന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുമന്നുള്ളി മൂപ്പിച്ചൊഴിക്കാം കേട്ടോ. തട്ടുകട സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചുമന്നുള്ളി ചേർക്കാറുണ്ട്. നമ്മൾ വീട്ടിൽ സാധാരണ വെള്ള ചട്നിക്കൊന്നും ഉള്ളി ചേർക്കാറില്ല. പിന്നെ ഇതിലേക്ക് കടുക്, മുളക്, അതുപോലെ തന്നെ ചുമന്നുള്ളി, കറിവേപ്പില, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തൊന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ 2 മിനിറ്റിൽ നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള തേങ്ങ ചട്നി ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. നല്ല കൊഴുത്ത്, നല്ല പ്രത്യേകിച്ച് ഇത് ടേസ്റ്റ് നമ്മുടെ തട്ട് ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഡ്ഡലിയുടെ കൂടി നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് വളരെ വേഗത്തിലും ഉണ്ടാക്കാം. അപ്പോൾ രാത്രി നല്ല ചൂട് തട്ട് ദോശയും ഇതും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ മഴക്കാലത്ത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോ ആയിട്ട് ചൈനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്